എന്തോ എന്ത് സൂത്രം? അയ്യോ അമ്മയ്ക്ക് ഇവിടെ ഒത്തിരി പണിയുണ്ട്. പിന്നെ വരാം. എന്താ അന്ന് ഇച്ചിരി വെട്ടമുള്ള ബൾബ് ക്ലീറ്റ് ചെയ്തപ്പോ വെട്ടം കാണണല്ലോ അതിന്റെ ഉള്ളിൽ കൂടി. ടോർച്ച് അടിച്ച് നോക്കിയാൽ മതി. സത്യത്തിൽ ഇത് വീട്ടിൽ തൂക്കണതല്ല ക്ലീറ്റോ. ഇത് മരമൊക്കെ അലങ്കരിക്കാൻ വേണ്ടിട്ട് തൂക്കണതാ. ആണോ? ഞാനേ നല്ലൊരു മരം തപ്പിക്കൊണ്ടിരിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് അതിലോട്ടങ്ങ് കെട്ടാം. കളിയാക്കിക്കോ. എന്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പോ ഇതേപോലത്തെ കുഞ്ഞു സ്റ്റാറുകൾ ഞങ്ങൾ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നിട്ട് അതാ മരത്തിൽ ഞങ്ങളുടെ മാവിലൊക്കെ തൂക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ സ്റ്റാർ ഇങ്ങനെ മാനത്തുനിന്ന് പൊട്ടി താഴെ വീഴുമല്ലേ. എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങ് അതിനെ കളിയാക്കിക്കോളണം കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ കടകളിൽ കയറിയിട്ട് ഹവീൽദാരെ പേര് പറ, സ്റ്റാർ ഫ്രീ ആയിട്ട് തരും മായിൻ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒക്കെ കെട്ടാം. ഇത് നിന്റെ ആങ്ങളെ വാങ്ങിച്ചോണ്ടെങ്കിൽ നീ ഒരു എളുപ്പമില്ലാതെ ഒരു കുഴപ്പം പറയില്ല. ആങ്ങളെ ഇങ്ങനെ മന്ദബുദ്ധിതരം കാണിക്കും. അയ്യോ സ്റ്റാർ ഒക്കെ ക്രിസ്മസ് എത്തിയല്ലേ. ഇനി സ്റ്റാർ ആയിട്ട് ഒരു കുറവ് വേണ്ടാന്ന് വെച്ചിട്ട് സ്റ്റാറും വാങ്ങിച്ച് കെട്ടി. ബാക്കി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഭയങ്കര സ്റ്റാറാണല്ലോ. ചേട്ടാ ആ സ്റ്റാർ ഇങ്ങോട്ട് നീക്കിയിട്. അപ്പൊ പിന്നെ മോക്ക് സ്റ്റാർ ഇടണോന്ന്. അപ്പൊ അത് ഇങ്ങോട്ട് നീക്കിയിട്ടാ രണ്ടു കൂട്ടർക്കും ആവുമല്ലോ. ഇതേ ഇപ്പൊ തന്നെ ഞാൻ ഒരു പരുവത്തിലാണ് ഇത് കയറി കെട്ടിയത്. നിനക്ക് നീ അങ്ങനെ കൊതിയാവണമെങ്കിൽ ഏണി ഇരിപ്പുണ്ട്, അവിടെ ഇവിടെ എവിടെന്ന് വെച്ചാൽ കിട്ടിക്കോ. നിനക്ക് എന്തേ പിന്നെ വട്ടുണ്ടോ ഈ സ്റ്റാർ എടുത്ത് അങ്ങോട്ട് ഇടാൻ? നാട്ടുകാർ കണ്ട കളിയാക്കും. തങ്കം, അതെ ഇതിപ്പോ എനിക്ക് പറ്റണ രൂപയ്ക്കുള്ള സ്റ്റാറാണ് ഞാൻ വാങ്ങിച്ചത്. ഇന്ന് നിനക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നീ 10,000 രൂപ താ, ഞാൻ ഇവിടെ എല്ലാം സ്റ്റാർ വാങ്ങിച്ചങ്ങ് തൂക്കാം. മോള് വിഷമിക്കണ്ട കേട്ടാ. അച്ഛൻ വരുമ്പോഴേ നമുക്കൊരു വലിയ സ്റ്റാർ മേടിച്ചിട്ട് ഇവിടെ തൂക്കാം കേട്ടാ. സമ്പാദിച്ചു കൂട്ടല്ലേ ഇഷ്ടം പോലെ. എന്തിനോ ഒക്കെ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി, നല്ലൊരെണ്ണം വാങ്ങിച്ച് അവിടെ കെട്ടായി. ഇച്ചിരി ദുഷ്ടത്തരം കൂടുണ്ട്. ഞാൻ ദുഷ്ടനാണ്.